Assalamualaikum. I am Zulfa Samir. Welcome back to my channel. ഇത് എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഒരുപാട് പേര് കണ്ട് കമൻറ്റ് ചെയ്തിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ ഓരോ റെസിപ്പീസും പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് വല്ല സജഷൻസും അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കണം. അതിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് ഓണിയൻ 4 എണ്ണം കനലില്ലാണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കറിൻ്റെ മുകളിൽ തൂവി കൊടുക്കാനായിട്ട് കുറച്ച് മല്ലിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ റെഡ് ചില്ലിയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് റെഡ് ചില്ലിയാണ്. അത് 2 പീസ് എടുത്തിട്ടുള്ളൂ, കാരണം അത് നന്നായിട്ട് എരിവുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ഇനി എരിവില്ലാത്ത മുളകാണെങ്കിൽ 4 or 5 പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കറിക്കകത്ത് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ എരിവിന് ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിന് കൂടെ ഞാൻ 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കറിയിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇതിൽ ഞാൻ ഒരു തേങ്ങയുടെ ഹാഫ് പോർഷനാണ് ചിരവി വെച്ചിട്ടുള്ളത്. അതിന് കൂടെ 5 ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് അല്ലെങ്കിൽ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 10 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിയിട്ട് വെച്ചതാണ്. അതും ഇതിന് കൂടെ തന്നെ അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി ഇതിൽ ചേർക്കുന്ന മസാലകൾ: 2 പീസ് പട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈര്. ഞാൻ ഈ കറിയിൽ പുളിക്ക് തക്കാളി ചേർക്കുന്നില്ല, പകരം തൈരാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് തൈര് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈരും ഒരു മീഡിയം സൈസ് തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പകുതി അത്ര ചേർക്കുക. ഞാൻ തൈര് ഇല്ലാണ്ട് തക്കാളി മാത്രം വെച്ച് ഈ കറി പരീക്ഷിച്ചിരുന്നു. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പലർക്കും സംശയം വരും, കറിയിൽ തൈര് ചേർത്തിയാൽ പിരിഞ്ഞു പോകില്ലേന്ന്. അങ്ങനെ ഒരു സംശയം വേണ്ട. ഇതെനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള റെസിപ്പിയാണ്. കറി പിരിഞ്ഞൊന്നും പോകില്ല. ഇനി നിങ്ങൾക്ക് ഈ തൈര് കിട്ടുന്നില്ല, നമ്മൾ ഈ നാട്ടിൽ യൂസ് ചെയ്യുന്ന തൈരാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക, അത് എവിടെയാണ് ചേർക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ തണുപ്പായ കാരണം വെളിച്ചെണ്ണ അങ്ങനെ കട്ടായിട്ടാണ് കിടക്കുന്നത്. പാൻ ചൂടാകുമ്പം അത് മെൽട്ടായി പോകും. പിന്നെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാനാണ് വെച്ചിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പം വലിയ പാൻ തന്നെ വെക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച 4 സവാള ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഉള്ളിയിലേക്കുള്ള ഉപ്പ് ഇതിനോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തേക്ക് ചേർത്തി കൊടുക്കുക. ഒന്നുകൂടെ ഇളക്കിയിട്ട് അതൊന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് അടച്ചു വെക്കുക.
ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ചേർത്തി കൊടുക്കാം. ഈ ഫ്രൈ പാനിനകത്ത് ചിക്കൻ ഇടാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതിന് കൂടെ ഞാൻ 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നാട്ടിൽ കിട്ടുന്ന തൈരാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ തൈര് ചേർക്കണ്ട. അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇനി ആ തൈരും ചിക്കനും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് വെള്ളം കുറവാണ്. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് കൂടെ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി നന്നായിട്ടൊന്ന് കറി തിളയ്ക്കട്ടെ. ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ളത് അരച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് തേങ്ങ, ചുവന്നുള്ളി, ജീരകം, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ കറിയിലേക്ക് പിടിക്കും. ഇനി നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന തൈരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ ഇപ്പം തേങ്ങ ഒക്കെ അരച്ചപ്പോൾ അതിന് കൂടെ ആ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് അത് കറിക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മൾ തേങ്ങ ഒഴിച്ചാൽ കറി ഒരിക്കലും അധികം തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അങ്ങനെ ആവുമ്പം ഈ തൈര് പിരിയാനും ചാൻസ് ഇല്ല. ഇനി ഞാൻ കറിക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ മുകളിലേക്ക് മല്ലിയില തൂവിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. ആ സമയം കൊണ്ട് ആ മല്ലിയിലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കറിയിൽ പിടിക്കും. മാത്രമല്ല നമ്മളിപ്പം ലാസ്റ്റ് ആ തേങ്ങൻ്റെ കൂടെയാണ് തൈര് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ആ പുളിയും നന്നായിട്ടൊന്ന് കറിക്ക് പിടിക്കാനൊരു സമയം കൊടുക്കണം നമ്മൾ. അതിന് 10 മിനിറ്റ് അടച്ചു വെക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണത്. ചെറിയൊരു പുളിപ്പും ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ ഒരു എരിവൊക്കെ കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പത്തിരിയും ഈ കറി നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.